അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, വിടരുന്നതിൻ്റെ മുമ്പ് കൊഴിഞ്ഞു പോകുന്ന ഒരുപാട് മക്കൾ നമ്മുടെ കണ്ണ് കൊണ്ട് നമ്മളിങ്ങനെ കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഹാഷിർ എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ സ്കൂളിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോയതാണത്രേ. നടന്നു പോകുന്നതിന് പെട്ടെന്ന് കുഴഞ്ഞു വീഴാണ്, മരണപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഹൃദയാഘാതം മൂലം പെട്ടെന്ന് മരണപ്പെടുന്ന അവസ്ഥ. ആര്? ചെറിയ മക്കൾ. ഈ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇത് താങ്ങാൻ കഴിയുന്നത്? ഒരു വാപ്പയ്ക്ക്, ഒരു ഉമ്മയ്ക്ക് ഇതിന് കഴിയുമോ? വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട, വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മരണമെന്ന് പറയുന്നത് പ്രായമില്ല, മരണത്തിന് സമയമില്ല, കാലമില്ല, നേരമില്ല. ഈ രൂപത്തിലാണ് നമ്മുടെ മുമ്പിലൂടെ മരണം വരുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്നും പോകുന്ന പോക്കന്നല്ലേ എന്നും പോണത്. ഒരു മാറ്റമോ ഒരു ഒരു പ്രവർത്തനം, മറ്റൊരു രീതിയോ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. നോക്കൂ നിങ്ങൾ, 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നുമോനിങ്ങനെ കടന്നു പോകാൻ, മരണപ്പെടാൻ. പക്ഷെ ആ പൊന്നുമോന് സ്വർഗത്തിലാണ് എന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. അല്ലാഹു തആല സ്വർഗത്തിൽ തന്നെ ആക്കി കൊടുക്കട്ടെ. കാരണം എന്ത്, എവിടേക്ക് പോകുമ്പോഴാണ് ആ പൊന്നുമോന് മരണപ്പെടുന്നത് അറിയോ? സ്കൂളിൽ നിന്ന് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോഴാണ്. ഒരു മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അവൻ ആ നന്മയിലായതുപോലെയാണ്. അവരാ സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ പടച്ച റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളാണ് അവനെ പൊതിയുന്നത്. മാഷാ അല്ലാഹ്, ആ പൊന്നുമോൻ്റെ ഒരു ഭാഗ്യം നോക്കൂ നിങ്ങൾ. ഒരു നിലക്ക് നമുക്ക് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, ഒരു നിലക്ക് നമുക്ക് കേൾക്കുമ്പോൾ ഇടങ്ങേറുണ്ട്. പക്ഷേ അതിന് മറ്റൊരു വശമുണ്ട്. ആഖിറത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വാപ്പയും ഉമ്മയും ഇന്ന് ഭയങ്കര വിഷമത്തിലായിരിക്കും. കാരണം എന്താ? ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് താലോലിച്ച് വാപ്പ ഉമ്മ എന്ന് പറഞ്ഞിട്ട്, തൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആത്മാർത്ഥമായിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മക്കൾ, മാതാപിതാക്കൾ അല്ലേ? എൻ്റെ മക്കളെന്ന് പറഞ്ഞ്, എൻ്റെ മകനെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഉമ്മ. എന്നും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ആ ഉമ്മ വിചാരിക്കും എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നു, അങ്ങനെ വിചാരിക്കുന്ന ആ ഉമ്മ, ആ വാപ്പ അല്ലേ? പക്ഷേ അന്നത്തെ ദിവസം ആ വീട്ടുകാരുടെ മുമ്പിലേക്ക് വന്നത് ആ പൊന്നുമോൻ്റെ മയ്യത്തായിരിക്കും. സങ്കടമല്ലേ? വിഷമല്ലേ? ഉണ്ടാവൂലേ? അതാലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കളുടെ മയ്യത്ത് അങ്ങനെ വരുമ്പോൾ തകർന്നു പോകൂലേ നമ്മൾ? എന്തെങ്കിലും ഒരു കാരണം, ഒന്നുമില്ല അല്ലേ, പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണ്ടും മരിക്കുക. ഇപ്പം അങ്ങനെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കാണുകയാണ്. ഒരുപാട് ചെറുപ്പക്കാർ, കുട്ടികളുടെ മരണങ്ങൾ, 18ഉം 20ഉം വയസ്സായ മക്കളുടെ മരണങ്ങൾ അല്ലേ, ചെറുപ്പക്കാരുടെ മരണങ്ങൾ കാണുകയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അല്ലേ, ആഖിറത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, ആ ചെറുപ്പക്കാരൻ്റെ പൊന്നുമോൻ്റെ മറ്റൊരു ബർസഖിയായ ജീവിതത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പൊന്നുമോൻ വളരെ ഭാഗ്യവാനാണ്. കാരണം സ്വർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് ജുമാ കൂടാൻ വേണ്ടി പോകാൻ ആ പോണ വേളയിലാണ് ആ പൊന്നുമോൻ മരണപ്പെടുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആ ഇബാദത്ത് ചെയ്തതിലെ പോലെയാണ്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരാൾ ഇനിയിപ്പോൾ ളുഹർ ബാങ്ക് കൊടുക്കാൻ വരികയാണ്, അല്ലെങ്കിൽ അസ്ർ ബാങ്ക് കൊടുക്കാൻ വരികയാണ് അല്ലേ, അല്ലെങ്കിൽ മഗ്രിബിലേക്ക് കടക്കുകയാണ്. നമ്മളെന്ത് ചെയ്തു? അതിൻ്റെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് തന്നെ നമ്മളെല്ലാം ഒരുങ്ങിക്കൊണ്ട് ആ പരിശുദ്ധ കർമ്മത്തിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയാൽ നമ്മൾ അതിലായവനെ പോലെയാണെന്ന് മുത്തുനബി പഠിപ്പിക്കാൻ. മനസ്സിലാക്കണം, അതിൻ്റെ പ്രതിഫലം എങ്ങനെ കിട്ടുകയാണ് നമുക്ക് അല്ലേ? അപ്പം ആ നിലയിലൊക്കെയാണ് നമ്മൾ മരണപ്പെടുന്നെങ്കിൽ എത്ര വലിയ ഭാഗ്യവാനാണ് നമ്മളൊക്കെ അല്ലേ? അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പം അതാ പറഞ്ഞത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നല്ല മരണത്തിന് വേണ്ടി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം. നല്ല മരണങ്ങൾ കേൾക്കാൻ, നല്ല മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, മറ്റുള്ളവർക്ക് നല്ല മരണത്തിലേക്ക് എത്താൻ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. പിന്നെ നമ്മൾ ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങൾ, ഈ സൗഹൃദങ്ങളെ വളർത്തിയെടുക്കാനും നമുക്ക് പ്രാർത്ഥന നമ്മൾ ഉപകരിക്കണം. നമ്മളൊക്കെ സുഹൃത്തുക്കളുണ്ടാകും. പഠിച്ചോണ്ട് പറഞ്ഞു, പഠിച്ചോനെ ഞങ്ങൾ ഇന്നലെ മരിച്ചാൽ ഞങ്ങൾ ഈ ദുനിയാവിലെ കുറേ കൂട്ടുകാരൻ്റെ ലോലൊക്കെ ജന്നാത്തുൽ ഫിർദൗസ് വരെ ഒന്നിപ്പിക്കണേന്ന്. വല്ലാത്തൊരു ബന്ധമായിരിക്കും അത് അല്ലേ?
അതേപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ വാപ്പാനെയും ഉമ്മാനെയും സഹോദര സഹോദരിമാരെയും എല്ലാവരെയും അല്ലേ പടച്ചോനെ ഞങ്ങളെ സ്വർഗത്തിലും കൂടെ ഒന്നിപ്പിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അതിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്, വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സൗന്ദര്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് എത്തിപ്പിക്കാൻ കഴിയണം. ആശിർ എന്ന് പറയുന്ന ഈ പൊന്നുമോൻ്റെ ജീവിതത്തിൽ അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ പൊന്നുമോന് വേണ്ടി കുടുംബത്തിന് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യാം, നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കാം. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരിക്കാം, ഏത് നിലയിൽ വേണമെങ്കിലും മരിക്കാം. എത്ര ആളുകളുണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ, വ്യഭിചാരത്തിന് വേണ്ടി പോകുമ്പോൾ, മറ്റു ഹറാമുകൾക്ക് വേണ്ടി പോകുമ്പോൾ അവിടുന്ന് മരണപ്പെട്ടു പോകുന്ന കാര്യം അല്ലേ. നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ദുനിയാവിൻ്റെ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ മറക്കരുത് മരണത്തെ. എന്ത് നമ്മൾ മറന്നാലും മരണത്തെ മറക്കരുത്. കാരണം വീട്ടിൽ നിന്ന് നല്ല വസ്ത്രം ധരിച്ച് ഷൂവൊക്കെ ഇട്ട് പാൻ്റൊക്കെ ഇട്ട് നല്ല ഉഷാറായി കാണാൻ മൊഞ്ചനായിട്ട് നമ്മൾ പെരിയുന്നിറങ്ങാണ്. വഴിയിൽ പിന്നീട് കേൾക്കുന്നത് ചതഞ്ഞരിഞ്ഞ ശരീരമായിട്ട് കിടക്കുന്നുണ്ടോ എന്നായിരിക്കും. അങ്ങനെ എത്രയെത്ര മരണങ്ങൾ അല്ലേ. നമ്മളൊന്നും അവസ്ഥ നമുക്കറിയില്ല, എങ്ങനെയാണ് മരിക്കുക ഒന്നും നമുക്കറിയില്ല, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക അതൊന്നും നമുക്കറിയില്ലല്ലോ. ആരുടെ കൺമുമ്പിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെ നമ്മളൊപ്പം നടക്കുന്ന ആളുകൾ അല്ലേ, നമ്മളെ തോളിട്ട് നടക്കുന്ന ആളുകൾ, പെട്ടെന്ന് അവൻ്റെ മരണമായിരിക്കും കേൾക്കുക. പഠിച്ചോൻ എത്ര ആൾക്കാരുണ്ട് ഇശാക്ക് പള്ളിക്കുണ്ടായിരുന്നല്ലോ, പഠിച്ചോൻ രാവിലെ കേൾക്കുന്നത് അവൻ്റെ മരണ വാർത്ത. എത്ര ആളുകളുടെ മരണ വാർത്ത നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ. ഇതാണ് മനുഷ്യരായ നമ്മുടെയൊക്കെ അവസ്ഥ. അപ്പം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് വേണം ജീവിക്കാൻ. അത് ആശിർ മരണപ്പെട്ടതുപോലെ പള്ളിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മജ്ലിസുന്നൂറിൻ്റെ സദസ്സിലേക്ക് പോകുമ്പോൾ, അങ്ങനെ നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ ആകണമെന്ന് എപ്പോഴും ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകട്ടെ, കാമിലായ ഈമാൻ നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.